നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. HSLAM MLA ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ബ്രദേഴ്സ് ഹാളിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KGOF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M രതീഷ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ 149 പോയിന്റോടെ മലപ്പുറം ജില്ല ഒന്നാമതെത്തി. 117 പോയിന്റോടെ പാലക്കാടും 107 പോയിന്റോടെ കോഴിക്കോടും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ നിർമ്മിക്കുന്ന 4 ചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് HSLAM MLA. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നു. ആലപ്പുഴ TV സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച യോഗം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിൽ നിന്ന് ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA HSLAM ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിൽ അംഗങ്ങളും ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പ്രേംകുമാർ, സുധീഷ്, കായംകുളം സ്റ്റേഷനിലെ സുനീഷ് എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സഹായധനം നൽകിയത്. HSLAM MLA ധനസഹായം വിതരണം ചെയ്തു. നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് മോശമല്ലാത്തൊരു തുക അത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ നൽകാൻ കഴിയുന്നു എന്നൊരു പ്രധാന സ്കീമാണ്. നഷ്ടപ്പെട്ടു പോയ ആ ജീവനുകൾക്ക് പകരമാവില്ല ഒരു സംഖ്യയും നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ കുടുംബത്തിന്റെ ശിഷ്ട ജീവിതത്തിൽ അവരോടൊപ്പം നിങ്ങളുണ്ട് എന്ന ഒരു ബോധ്യം അത് നിശ്ചയമായി ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സ്കീം തന്നെയാണ് ഇതിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. ദീർഘമായതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പോലീസ് സേനാ അംഗങ്ങളുടെ ഒരു ജോലി എത്രമാത്രം സമൂഹത്തിന് പ്രയോജനപ്രദമാണെന്നും ആ ചെയ്യുന്ന ജോലിയെല്ലാം എത്ര ബുദ്ധിമുട്ടിയുള്ളതാണ് എന്നെല്ലാം നമുക്ക് തമ്മിൽ അറിയുന്ന കാര്യം. അത് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ സംഘടിപ്പിച്ച സഹായധന വിതരണത്തിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP ധനേഷ് അധ്യക്ഷനായി. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. അഡീഷണൽ SP S അമ്മണിക്കുട്ടൻ, കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി S സന്തോഷ്, പോലീസ് സൊസൈറ്റി പ്രസിഡന്റ് V വിവേക്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം CR ബിജു, പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് N ഹാഷിർ എന്നിവർ സംസാരിച്ചു. ഹൗസിംഗ് സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് മെമ്പർ AS ഫിലിപ്പ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ബ്രദേഴ്സ് ഹാളിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. KGOF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M രതീഷ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ 29ാമത് ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ജില്ലാ ആശുപത്രി ജംഗ്ഷന് സമീപം ബ്രദേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തമായ വിമർശനം സാമൂഹ്യക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച ആ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ പിന്നീട് കൃത്യമായും കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. വളരെ താമസിയാതെ നിലനിൽക്കുന്ന അതിൻ്റെ ചെറിയ കുടിശ്ശികളും പരിഹാരവും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പ്ലാൻ ഫണ്ടിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പ്ലാൻ ഫണ്ടിനെ ബാധിച്ചാൽ കൃത്യമായി നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും. അവിടെയാണ് ഒരു സംസ്ഥാനത്തിനോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന രാഷ്ട്രീയമായ വിവേചനം. അതിന്മേലാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ നിയമയുദ്ധത്തിന് പോയത്. കേരളത്തിലെ ഗവൺമെൻറ്റാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ നിയമയുദ്ധത്തിന് പോയത്. 57,000 കോടി വിവിധ ഇനങ്ങളിൽ കിട്ടുവാനുണ്ട് എന്ന് പരാതി പറയുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ടോ ഇല്ലയോ? അടിസ്ഥാനമില്ലെങ്കിൽ സുപ്രീം കോടതി അപ്പോൾ തന്നെ തള്ളിക്കളയണമായിരുന്നു. എന്നാൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M രതീഷ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു.
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ വിമൽ കുമാർ സംഘടനാ റിപ്പോർട്ടും ഫെഡറേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എസ് ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഡോക്ടർ കെ ജി പ്രദീപ്, ഡോക്ടർ പി ഡി കോശി, ഡി പി മധു, വി എസ് സൂരജ്, വി ആർ ബീന, എ ഷിറാസ്, സനൂപ് കുഞ്ഞുമോൻ, ഡോക്ടർ എസ് ബിജു, ഡോക്ടർ ആർ കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അശ്വിനി ശിവൻ രക്തസാക്ഷി പ്രമേയവും ഡോക്ടർ സുചിത്ര ബി ഷേണായി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എ ആർ അബ്ദുൽ ജലീൽ ചടങ്ങിന് സ്വാഗതവും ഫെഡറേഷൻ വനിതാ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ സ്വാതി സോമൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് മാലിന്യമുക്ത നവകേരളം 2024 എന്ന വിഷയത്തിൽ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് ക്ലാസ് നയിച്ചു. ഫെഡറേഷൻ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ആർ രചന കോർഡിനേറ്ററായി. സെമിനാറിനെ തുടർന്ന് ജില്ലയിലെ മികച്ച മൃഗക്ഷേമ പ്രവർത്തകയ്ക്കും ഫെഡറേഷൻ സംസ്ഥാന കായികമേളയിലെ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും CPI അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ നിർവഹിച്ചു. ഫെഡറേഷൻ ജില്ലാ ട്രഷറർ അഖിൽ രാജ് വരവ് ചെലവ് കണക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ലതീഷ് കുമാർ പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ 149 പോയിന്റോടെ മലപ്പുറം ജില്ല ഒന്നാമതെത്തി. 117 പോയിന്റോടെ പാലക്കാടും 107 പോയിന്റോടെ കോഴിക്കോടും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. 97 പോയിന്റോടെ ആതിഥേയരായ ആലപ്പുഴ 4ാം സ്ഥാനത്തെത്തി. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ 149 പോയിന്റ് നേടി മലപ്പുറം ജില്ല ഒന്നാമതെത്തി. 117 പോയിന്റോടെ പാലക്കാടും 107 പോയിന്റുമായി കോഴിക്കോടും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ആതിഥേയരായ ആലപ്പുഴ 97 പോയിന്റ് നേടി 4ാം സ്ഥാനവും കരസ്ഥമാക്കി. ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിലായിരുന്നു മത്സരങ്ങൾ. മുഹമ്മദ് അൻസ് ഗേൾസ് HSS ഓഡിറ്റോറിയത്തിൽ കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. KSTA സംസ്ഥാന പ്രസിഡന്റ് D സുധീഷ്, ജനറൽ സെക്രട്ടറി ബദറുന്നിസ, KV ബെന്നി, MK നൌഷാദ് അലി, PJ ബിഗേഷ്, AK ബിനു, PD ജോഷി, V അനിത എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനവും സമ്മാനദാനവും H സലാം MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് മാത്രമേ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല, KSTA കേരളീയ സമൂഹത്തിന് മുന്നിൽ, അധ്യാപക സമൂഹത്തിന് മാത്രമല്ല കേരളീയ സമൂഹത്തിന്റെ ആകെ മുന്നിൽ ഒരു സമര പ്രസ്ഥാനമാണ്. അധ്യാപകരുടെ ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർത്തി ഏത് ഭരണാധികാരിയാണെങ്കിലും ഏത് രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും ആ രാഷ്ട്രീയ സാഹചര്യത്തിനിടയിലൂടെ അധ്യാപക താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ശക്തമായി ഒരു സമര പ്രസ്ഥാനമായി ഉയർന്നു നിൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. എന്നാൽ ഇതിന് മനോഹാരിത കൈവന്നാലുള്ളത് അതിനേക്കാൾ അപ്പുറമായ ഒരു നിലയിൽ ഇന്ന് KSTA രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന വൈവിധ്യപൂർണമായ ധാരാളം പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിലൊന്നും കൂടിയാണ് നിങ്ങളുടെ അധ്യാപക കലോത്സവം, അതുപോലെ കായിക മത്സരങ്ങൾ, നിങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന വീട് നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഒരു സാമൂഹ്യ സേവന മനസ്സോടുകൂടി ഒരു അധ്യാപക പ്രസ്ഥാനം അവർക്ക് എത്താൻ കഴിയുന്നതിന്റെ പരമാവധി ഇടങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു നിലയിൽ നിങ്ങൾ നിങ്ങളുടെ സംഘടനയെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇതൊരു സമരപ്രസ്ഥാനം മാത്രമായിട്ടല്ല കേരളീയ സമൂഹത്തിന് മുന്നിൽ KSTA പ്രസ്ഥാനം അറിയപ്പെടുന്നത്. അതിനപ്പുറമായ ഒരുപാട് ഇടങ്ങളിൽ ഏറ്റവും മികച്ച സർവ്വതല സ്പർശിയായി ഒരു സമൂഹത്തിൽ എന്തെല്ലാം സ്വാധീനിക്കപ്പെട്ടിരിക്കേണ്ടതായിട്ട് അതെല്ലാം ചെയ്യുന്ന പ്രസ്ഥാനമാണ്. ഇന്ന് കാണുന്ന പോലെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം നമുക്കെല്ലാം അഭിമാനത്തോടെ ഇന്ന് കേരളത്തിൽ പറയാൻ പറ്റും. ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ അങ്ങനെല്ലാം കൊണ്ട് കാര്യം പറയാൻ കഴിയും. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് H സലാം MLA പറഞ്ഞു. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി നാലുചിറ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പുറക്കാട് കരുവാറ്റ കരിനില കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നാന്ദിയാകുന്ന പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് H സലാം MLA പറഞ്ഞു. പാലത്തിന്റെ ഇരുകരകളിലുമായി നദിയുടെ കടവ് വരെയുള്ള അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായി. BMBC നിലവാരത്തിലാണ് അപ്രോച്ച് റോഡ് പൂർത്തിയാക്കിയത്. ആദ്യ പിണറായി വിജയൻ സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മാണത്തിന് 38 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത്. നിർമ്മാണ പൂർത്തീകരണത്തിന് 2ാം പിണറായി സർക്കാർ
2024 മാർച്ചിൽ 54.96 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തികാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കിയാണ് പാലം ഗതാഗതത്തിന് സജ്ജമാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് ഡിസൈൻ യൂണിറ്റ് രൂപരേഖ തയ്യാറാക്കിയ പാലത്തിന് സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റോയിഡ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 458 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലും പൂർത്തിയാകുന്ന പാലത്തിന് നദിയിൽ തൂണുകൾ നൽകാതെ 70 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാനാണുള്ളത്. 42 മീറ്റർ നീളമുള്ള 2ഉം 24.5 മീറ്റർ നീളമുള്ള 2ഉം 12 മീറ്റർ നീളമുള്ള 17ഉം 19.8 മീറ്ററുള്ള 2 സ്പാനുകളുമാണ് പാലത്തിന് നിലവിലുള്ളത്. പ്രീഡ്രസ്ഡ് ബോക്സ് ഗർഡർ കേബിളുകളും സ്റ്റോയിഡ് ചേർന്നുള്ള നിർമ്മാണവുമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ദേശീയപാത 66 സമാന്തരമായി തോട്ടപ്പള്ളി കൊട്ടാര വളവിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് 4 ചിറപ്പാലം കടന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്ന കൊട്ടാര വളവ് ബൈപ്പാസിലെത്താം. ഇതുവഴി കരുമാടി ജംഗ്ഷനിലും അവിടെ നിന്ന് കിഴക്കോട്ട് തിരുവല്ലയിലേക്കോ പടിഞ്ഞാറോട്ട് ദേശീയപാതയിലേക്കോ വേഗത്തിൽ എത്തിച്ചേർന്ന് വാഹനയാത്രക്കാർക്ക് കുറഞ്ഞ സമയത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരാം. തോട്ടപ്പള്ളിയിലെയും കരുവാറ്റായിലെയും ഏക്കർ കണക്കിന് കരിനില പാടശേഖരങ്ങളിൽ കൃഷി സുഗമമാക്കുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾ റോഡ് മാർഗം എത്തിക്കുന്നതിനും പാലം സഹായകരമാകും. പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ ഗ്രാമീണാന്തരീക്ഷത്തിലുള്ള യാത്ര ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നു. ആലപ്പുഴ TV സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച യോഗം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭൂമി തരം മാറ്റുമ്പോൾ സർക്കാർ ഈടാക്കുന്ന തുക കർഷക തൊഴിലാളി ക്ഷേമനിധിയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വിനിയോഗിക്കണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU സംസ്ഥാന പ്രസിഡന്റും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളികളുടെ ക്ഷേമത്തിനായി തുടങ്ങിവെച്ച കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാമ്പത്തിക പരാധീനതകൾ മൂലം അതിവർഷ ആനുകൂല്യം കൊടുക്കാതെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാതെയും മുന്നോട്ടു പോവുകയാണെന്നും ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഉതകുന്ന നിലപാടെന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ അഭിപ്രായം പങ്കുവച്ചത്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം TV സ്മാരകത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കർഷക തൊഴിലാളികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കർഷക തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. AITUCയുടെ ജാഥയിലും ഈ വിഷയം നമ്മൾ ഉന്നയിച്ചാണ്. കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആ ക്ഷേമനിധിയിൽ അംഗങ്ങളായി പിരിഞ്ഞു പോയിട്ടുള്ളവർ, 60 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ടുള്ളവർ, അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം ഏകദേശം 540 കോടി രൂപ ഇപ്പോൾ കുടിശ്ശിക. 2016 മുതലുള്ള 2011 മുതലുള്ള കുടിശ്ശികയുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലം മുതലുള്ള കുടിശ്ശികയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായി ചേരുന്ന തൊഴിലാളി അടയ്ക്കുന്ന അംശാദായത്തിന് തുല്യമായ BKMU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി GJ ആഞ്ചലോസ്, R. സുരേഷ്, AK സജു എന്നിവർ സംസാരിച്ചു. B. ലാലി യോഗത്തിന് സ്വാഗതവും സാറാമ തങ്കപ്പൻ നന്ദിയും പറഞ്ഞു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക്, ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിന് എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക്, ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിന് എന്ന ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. ആലപ്പുഴ കാഞ്ഞിരംചിറ വെള്ളാപ്പള്ളി സ്കൂളിന് സമീപം സംഘടിപ്പിച്ച പരിപാടി അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാനും നീയുമല്ല, നമ്മളൊന്നാണെന്ന സന്ദേശമാണ് എല്ലാവരും ഉൾക്കൊള്ളേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കാർണിവൽ സ്വാഗത സംഘം കൺവീനറും നഗരസഭാ കൗൺസിലറുമായ P. റഹിയാനത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PJ ആന്റണി സന്ദേശം നൽകി. സ്വാഗത സംഘം ചെയർമാൻ TJ കുഞ്ഞുമോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം രക്ഷാധികാരി PH അബ്ദുൽ ഗഫൂർ, പ്രസിഡന്റ് റിഫാന രതീഷ്, സെക്രട്ടറി ശ്രേയ ജയപാൽ, മേഖലാ കമ്മിറ്റി ചെയർമാൻ TJ കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിനെ തുടർന്ന് ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗം റിസ്വാന രതീഷിന്റെ നേതൃത്വത്തിൽ വിവിധ കായിക മത്സരങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്ര പ്രദർശനവും ശ്രദ്ധയാകർഷിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സർവീസിലിരിക്കെ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്തു. എച്ച് സലാം MLA ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ബ്രദേഴ്സ് ഹാളിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KGOF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M രതീഷ് ബാബു സമ്മേളനത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ 149 പോയിന്റോടെ മലപ്പുറം ജില്ല ഒന്നാമതെത്തി. 117 പോയിന്റോടെ പാലക്കാടും 107 പോയിന്റോടെ കോഴിക്കോടും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. കരുവാറ്റ ലീഡിംഗ് ചാനലിന് കുറുകെ നിർമ്മിക്കുന്ന 4 പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. പാലത്തിന്റെ അവസാനവട്ട പ്രവൃത്തികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് എച്ച് സലാം MLA. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗം ചേർന്നു. ആലപ്പുഴ TV സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച യോഗം BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര നേട്ടങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ചരിത്ര സത്യങ്ങൾ മാനവ മുന്നേറ്റത്തിൽ നിന്ന് ആപ്തവാക്യവുമായി സംഘടിപ്പിച്ച ബാലസംഘം തുമ്പോളി വില്ലേജ് കാർണിവൽ ശ്രദ്ധേയമായി. അധ്യാപകനും നാടൻപാട്ട് കലാകാരനുമായ പുന്നപ്ര ജ്യോതികുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.